Come, baby, come. Welcome to my heart. നീയോ നിനക്ക് എന്താടാ വേണ്ട പുല്ലേ ഒന്ന് വഴിയത് മാറാടാ പന്നി. ഏയ് ചൂടാവില്ലേ ബേബി, എനിക്ക് രണ്ട് കാര്യം മതി. ഒന്ന് നിന്നെയും പിന്നെ നിന്റെ വാപ്പാടെ സ്വത്തുക്കളും. ഇത് രണ്ടും നിന്റെ തന്ന എനിക്ക് സുഖായി. അയ്യോടാ പാവം, ഈ രണ്ടാഗ്രഹവും നടക്കൂല. നടത്തിയെടുക്കാൻ എനിക്കറിയാം. ഞാൻ ആഗ്രഹിച്ചത് ഞാൻ നേടിയെടുക്കും. അതാ എൻ്റെ പോളിസി. നീ ഇതും പറഞ്ഞ ഒരു ദിവസം വന്നതല്ലേ, എന്നിട്ട് നിനക്ക് കിട്ടിയതൊക്കെ നീ മറന്നു പോയോടാ? വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി തരാം, വേണോ? കൈവിടടാ. എൻ്റെ ബേബിക്ക് ഇത്രയും നല്ല സോഫ്റ്റായി കൈയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വിടാനാ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. അന്നും വന്ന് കുറെ കിട്ടിയതാണല്ലോ, എന്നിട്ട് നീ പഠിച്ചില്ല. ഇനി നിനക്ക് വേണോ? ഇന്നും കിട്ടിയപ്പോ സമാധാനമായില്ലേ? അവൻ്റെ അമ്മൂമ്മയുടെ ഒരു പ്രേമം. ഞാൻ വന്നേ. ആഹാ, വാപ്പച്ചിയുടെ കുട്ടി വന്നോ? പിന്നെ നീ കാറ് വാഷ് ചെയ്യാൻ കൊടുത്തില്ലേ? ആ വാപ്പച്ചി ഞാൻ കൊടുത്തു. പിന്നെ വാപ്പച്ചി കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. നീ പോയി എന്തേലും കഴിച്ചേ? അപ്പൊ ശരി, ഞാൻ പോയി ഉമ്മാടെ 5 സ്റ്റാർ ഹോട്ടൽ ഡിഷ് കഴിച്ചിട്ട് വരാം. ഫുഡ് അതാ ആ ടേബിൾ മനക്കുള്ള വെച്ചിക്കണോ, ഇജെടുത്ത് കഴിച്ചോ? അപ്പൊ ഗെയ്സ്, ഉമ്മയുടെ 5 സ്റ്റാർ ഡിഷ് എന്താ നോക്കട്ടെ. ഉപ്പുമാവോ? എന്താ മച്ചി ഇതൊക്കെ ഉണ്ടാക്കിക്കണേ? ഒന്നില്ലെങ്കിൽ ഞാൻ കാറ് വാഷ് ചെയ്യാൻ കൊടുത്ത് നടന്നു വന്നല്ലേ, ഇച്ച നല്ലതൊക്കെ ഉണ്ടാക്കി തരണ്ടേ? ഇക്കൊന്നും വേണ്ടത്. എന്തുണ്ണിയെ എന്റെ പറച്ചിലേട്ടാ തോന്നി ഇജ കാറ് കഴുകിയതെന്ന്. ശരി, ഇപ്പോഴത്തേക്ക് ഞാൻ ശ്രമിച്ചുകൊള്ളു. വാപ്പച്ചേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പൊട്ട ഞാൻ ചവിട്ടുമ്പത്തിന് പേടിച്ചു വാപ്പാ. അതാണ് ഈ ഉണ്ണിയുടെ പവർ. എന്താ ചെയ്യാ? നീ ഒന്ന് ചവിട്ടിയാലല്ലേ അവർ പേടിക്കുക. ഞാൻ എന്റെ ചെറുപ്പത്ത് അവരെ നോക്കിയാൽ തന്നെ അവര് പേടിക്കും. പിന്നെ ഒരു പണിയില്ലാത്തോണ്ട് ഇങ്ങനെ ഇത് തള്ളാലേ. നിനക്ക് എന്നെ അറിയാനിട്ടാ? ബോക്സിങ് ചെയ്യുമ്പോഴായിരുന്നു ഞാൻ. എന്റെ ബോക്സിങ് കണ്ടിട്ടല്ലേ നിന്റെ ഉമ്മ വീണത്. ഞാൻ കാര്യത്തിൽ പറഞ്ഞ, എന്റെ പിന്നാലെ ഗേൾസ് എല്ലാം ക്യൂ ആയിരുന്നു. എങ്ങിട്ട് പോയാലും പിന്നാലെ ഉണ്ടാവും. മോളെ, നീ വാഷിങ്ങിന് കൊടുത്തില്ലേ കാറ്? അയാള് വിളിച്ചിരുന്നു വാഷിങ് ചെയ്തതിന് എടുത്തിട്ട് പോകാൻ. എനിക്ക് നെക്സ്റ്റ് വീക്ക് മാച്ച് ഉള്ളതാ വാപ്പാ, ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. എന്റെ പൊന്നു മോളല്ലേടാ, ഒന്ന് എടുത്തിട്ട് വാ വാപ്പാക്ക് വേണ്ടി. ഞാനിപ്പോ എടുത്തിട്ട് വരാം. ഇത്രയും ഡ്രൈവിങ് ചെയ്തല്ലേ, എന്തായാലും ഒരു കോഫി കുടിക്കാല്ലേ. നല്ലൊരു കോഫി കുടിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നു, ഇനിയിപ്പോ എന്തായാലും വേണ്ട. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? ഞാൻ ഇവിടെ ഉള്ളോണ്ട് നീ കുടിക്കില്ല പറഞ്ഞു പോവല്ലേ? പോയോ?
ഫ്ലവേഴ്സാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അല്ല, ഇക്ക ഇപ്പഴാ കോഴിക്കോട്ട് നിന്ന് വന്നേ? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, നീ വാ. ഇപ്പൊ ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിലോട്ട് പോവാം. ആഹാ, രണ്ടെണ്ണം എത്തിയല്ലോ. അല്ല, അർഷാദൊക്കെ വരുന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു? പിന്നെ ഇന്നലെയൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. നിനക്ക് മാത്രം ഇവിടെ അറിയാത്തുള്ളൂ. ഓഹോ, അപ്പൊ എന്നോട് മാത്രം പറയാതിരുന്നാണല്ലേ? എന്തപ്പോ പറഞ്ഞ? ആയിഷ്, വേണമെങ്കിലേടാ, ഞാൻ നിനക്കൊരു സർപ്രൈസ് എൻട്രി തരാമിട്ട് വന്നല്ലേ. ഹലോ ഗായ്സ്. അല്ല, എന്തവിടെ ഒരു ചർച്ച? ആഹാ, ജയാൻ വന്നല്ലോ. എടാ, നമുക്ക് മറ്റേ കാര്യം പറയണ്ടേ? ആ ബെസ്റ്റ്. നിങ്ങളിതുവരെ ആരോടും പറഞ്ഞില്ലേ? പറഞ്ഞോളി, ഞാൻ വന്നില്ലേ? അപ്പം എല്ലാവരും കേട്ടോളിയും. ഞാൻ ഇത്ര കാലം കോഴിക്കോട്ടിലായതുകൊണ്ടും നിങ്ങളൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ടും നമുക്കൊരു ട്രിപ്പ് പോവാം. ശരിക്കും ട്രിപ്പോ? യാ, അല്ല എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് വയനാട് പോവാം. അവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ വയനാട് ഫിക്സ്. പക്ഷേ ദിലുവിൻ്റെ എക്സാമോ? അവൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ എക്സാം വെള്ളിയാഴ്ചയോടെ കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാലോ. അല്ലട ചെക്ക, നീ പഠിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കണം വിചാരിച്ച് മറന്നു. ഏതു നേരം ടർഫിലാണല്ലോ. പിന്നെ ഞാനൊക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ രാത്രി ഫുള്ളിരുന്ന് പഠിക്കലാ. ഇക്ക കാണുന്നില്ല തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾ രാത്രി ഇരുന്ന് പഠിക്കൊന്നുമല്ല, ബിറ്റ് എഴുതിക്ക. പിന്നെ ഞാൻ ബിറ്റ് എഴുതണം നീ കണ്ടോ? ഇല്ലല്ലോ. അപ്പം മിണ്ടായിരി. ബിറ്റൊന്നും ഞാൻ എഴുതലില്ലിക്ക, ഞാൻ പാവല്ലേ. ബിറ്റൊന്നും എഴുതാതെ മര്യാദയ്ക്ക് പഠിച്ച് പാസ്സാവാൻ നോക്ക് കേട്ടോ. നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാം. പിന്നെ ഞാനൊക്കെ പാസ്സാവിക്ക, പഠിച്ച് പാസ്സാവും, പഠിച്ചിട്ട്. എന്നാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ സപ്ലി എഴുതേണ്ടി വരും. ഇന്നലെ ഞാനില്ലടാ നിനക്ക് ബിറ്റ് എഴുതി തന്നെ. ഉണ്ടായിരിക്കടി ഉണ്ണി, ഡയറി മിൽക്ക് വാങ്ങിച്ചു തരാം. അയ്യടാ, ഡയറി മിൽക്കൊന്നും പോരാ, മന്തി തന്നെ വേണം. ശരി, ഓക്കെ, മന്തി ഫിക്സ് ഡീല്. എന്ത് ഭംഗിയാലേക്ക ഇവിടെ എല്ലാം കാണാൻ. ഞാനും കാണുന്നുണ്ട് എൻ്റെ ബ്യൂട്ടിയെ. എന്തൊക്കെ? അല്ല, ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറയായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടായി. നോക്കിക്ക് എന്ത് രസാണ്. പടച്ചോനെ, ഇവളിൽ എത്രമാത്രം അഡിക്റ്റായെന്ന് എനിക്ക് പോലും അറിയില്ല. ഒരു കാര്യം മനസ്സിലായി, ഇവളില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. എന്താലോചിച്ച് നോക്ക, എനിക്ക് വിശക്കുന്നു. എന്തേലും വാങ്ങിച്ചതാ. എന്തേലും വാങ്ങിച്ചു തരാം. ഉണ്ണിയെ, ഈ പായസം ഒന്ന് കൊടുത്ത അപ്പുറത്തെ വീട്ടിക്ക്. എനിക്കൊന്നും വയ്യ കൊണ്ടുപോയി കൊടുക്കാൻ, ഉമ്മനെ പോയി കൊടുത്താ മതി. എൻ്റെ ഉണ്ണി, ഞാൻ അമേരിക്കയിലോട്ടൊന്നും പോകാൻ പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് അപ്പുറത്തെ വീട്ടിൽ പോയി പായസം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. പോ, കളിക്കാതെ വേഗം പോയിക്കേ. ശരി, ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഒരു പണി ഏൽപ്പിച്ച കൃത്യമായിട്ട് ചെയ്യില്ല. പിന്നെ താനൊക്കെ എന്തിനാണോ എൻ്റെ ഓഫീസിലിരിക്കുന്നേ? ഭ്രാന്താക്കാനായിട്ട്. മര്യാദയ്ക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ഫയൽ എനിക്ക് ചെയ്ത് കിട്ടണം. റാസ്കൽ. ആയിഷൂട്ടി, ആരുമില്ല ഇവിടെ, ഞാൻ മാത്രമേ ഉള്ളൂ. പൈസക്ക് വന്നല്ലേ, പിച്ചക്കാരല്ലേ. ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം, ഒന്ന് വെയിറ്റ് ആക്കണേ. ചന്തു, എന്റെ ആവശ്യമായി പോയി. കിഞ്ഞടിക്കാൻ വന്നല്ല ഞാൻ. എൻ്റെ ഉമ്മ കുറച്ച് പായസം ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അത് വേഗം പിടിച്ചേ, ഞാൻ പോട്ടെ. എൻ്റെ മോൾക്ക് വേഗം പോകണല്ലേ? കാണിച്ചു തരാം. ഞാനേ ഇപ്പൊ ഭയങ്കര ബിസിയാ, പോയി കിച്ചണിൽ വെക്കേ. അതിന് നിങ്ങളൊരു തേങ്ങയും ചെയ്യുന്നില്ലല്ലോ, വെറുതെ നിൽക്കല്ലേ. ഓഹോ,
പായസം കൊണ്ടുവയ്ക്കാൻ പറ്റില്ലേ? എന്നാ നീ പായസം തിരിച്ചു കൊണ്ടുപോയിക്കോ. ഷോളക്കൊണ്ട് റാസ്കൽ. ഇതിനിപ്പോൾ കിച്ചണിൽ കൊണ്ടുവച്ചില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവയ്ക്കണം. ഇമ്മ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പറഞ്ഞേക്കും. സോ മെല്ലെ കിച്ചണിൽ കൊണ്ടുവയ്ക്കാം. ഈ ഡോറെന്താ തുറക്കാൻ പറ്റാത്തെ? നിങ്ങൾ എന്താ ചെയ്തേ? മര്യാദയ്ക്ക് തുറന്നു തന്നോ? നിങ്ങളോടാ ഞാൻ ഈ പറയണേ, ഡോറ് തുറന്നു തരാൻ. ഡോറൊക്കെ നമുക്ക് പിന്നെയാണെങ്കിലും തുറക്കാലോ. അല്ല, പായസം വെക്കാനും മാത്രം പ്രത്യേകത എന്താ? അരശുക്കാക്ക് പായസം ഇഷ്ടാ, അതുകൊണ്ട് എന്തേ? what the hell? നീ എന്തിനാ ഇങ്ങനെ മൂഡ് സ്പോയിൽ ചെയ്യുന്നേ? നിന്റെ വായിന്ന് പല ചെക്കന്മാരെ പേരേക്കും എനിക്ക് വരുന്ന ദേഷ്യമുണ്ടല്ലോ. ഒറ്റയടിക്ക് അവന്മാരൊക്കെ തീർക്കാൻ തോന്നും. ഹലോ, ഇതെങ്ങിട്ടാ കയറി പോന്നേ? എൻ്റെ ബ്രദേഴ്സ് എനിക്ക് വലുതാ. ഞാൻ പറയും, എനിക്ക് ഇഷ്ടമുള്ള അത്ര ഞാൻ പറയും. നിങ്ങൾ അതിൽ ഇടപെടുകയൊന്നും വേണ്ട. പണിയെടുക്കായിരുന്നില്ലേ, പോയി പണിയെടുക്ക്. ഷാനു, കൺട്രോൾ. നീ വേണ്ട അവളെ ദേഷ്യം പിടിപ്പിക്കുക. ശരി, ഞാനായിട്ടൊന്നും പറയുന്നില്ല. നീ ആയിട്ടും എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാൽ മതി. പിന്നെ നമുക്കും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഒറ്റയ്ക്കിരുന്ന് അങ്ങോട്ട് ചെയ്താൽ മതി. അതിനൊന്നും എന്നെ കിട്ടത്തില്ല. നിങ്ങൾ ഈ ഡോറ് തുറന്നു തരുന്നുണ്ടോ അതോ ഞാൻ വേറെ ഡോറ് വഴി പോണോ? നീ ഏത് ഡോറ് വഴിയും പോവില്ല. മുന്നിൽ നിന്ന് മാറി തരൂ. അങ്ങോട്ട് മാറ്. ഹലോ മേഡം, നോക്കണ്ട, ഒരു ഡോറും തുറക്കില്ല. റിമോട്ട് വെച്ച് എല്ലാ ഡോറും ലോക്ക് ചെയ്തിരിക്കുക. ഇനി നീ ഒന്ന് രക്ഷപ്പെടുന്ന എനിക്ക് കാണണം. എന്താ ഇക്ക ഇങ്ങനെ? ശരി, ഞാൻ അങ്ങ് പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മൂവി കണ്ടാലോ? ഇക്കടെ കൂടെയൊക്കെ മൂവി കണ്ടിട്ട് എത്ര കാലായി. അപ്പൊ നമുക്ക് മൂവി കാണാം. ഇതൊക്കെ എൻ്റെ ഉണ്ണി തന്നെയാണോ പറയുന്നേ? എനിക്കൊരു ഡൗട്ട്. ഒരു ഡൗട്ടും വേണ്ട, ഇക്കാടെ ഉണ്ണി തന്നെയാ പറയുന്നേ. അയ്യോ, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഇക്ക മൂവി സെലക്ട് ചെയ്ത് ഞാൻ ചാർജ് കുത്തി വെച്ചിട്ട് വരാം. ഇതല്ലേ ഷാനുഖാന്റെ റൂം? എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കുന്ന ഷാനുഖ മനസ്സിലാക്കണം. ബാൽക്കണി ചാടാൻ എൻ്റെ ഇവിടെ ഇല്ലേ? കിട്ടി ഉണ്ണീസേ, കിട്ടി. ഇത്രയും കിങ് സൈസ് ബെഡിൽ ഇത്രയും വലിയ ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ നമ്മളെന്തിന് വേറെ എവിടേക്ക് പോകണം? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തെണ്ടി നടക്കും? അങ്ങനെയാണല്ലോ. അപ്പോൾ ബെഡ്ഷീറ്റ് മതി. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും മിസ്റ്റർ റാസ്കൽ. അയ്യോ, ഡീലും അന്വേഷിക്കണ്ടാവും. അവന് ബിറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. വേഗം പോവാം. ഉണ്ണി പോയിട്ട് കുറേ നേരം ആയല്ലോ. അവൾക്ക് ചാർജർ കിട്ടിയില്ലേ? പോയി നോക്കാം. അവള് പോയാ ബാൽക്കണി ചാടിയിട്ട്? ഞാൻ ആലോചിക്കണായിരുന്നു എൻ്റെ പെണ്ണ് എന്നെക്കാട്ടിലും തരികടേന്ന്. ദിലോ, നീ ബിറ്റ് ചെയ്തിരിക്കണ? ഏത്? അപ്പൊ കേനില്ലേ? ഉണ്ണി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇജ് എവിടുക്ക പോയി? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നവിടെ ബിറ്റ് ചെയ്ത് തീരണമില്ല. ഇജും കൂടി വരണ്ടേ, എന്നാലല്ലേ തീരുള്ളൂ. സോറി മുത്തേ, സോറി. ഇമ്മൂസ് ഒരു പണി വന്നു, അത് വേഗം ചെയ്യാൻ ഓടിയതാ. ഇല്ലെങ്കിൽ എന്റെ ചന്തി കിട്ടും. ഈ താത്താനോടൊന്ന് ഇജ് ക്ഷമിക്ക്. ക്ഷമിച്ചുണ്ണീസേ, ക്ഷമിച്ച്. ഇജിപ്പോൾ ആ ബിറ്റ് ചെയ്ത് തന്ന അക്കൗണ്ടൻസിയാണ് നാളെ. ഒരു തേങ്ങ അറിയില്ല. ബിറ്റ് ചെയ്ത് താട്ടാദ്യം. അല്ല പൊട്ടാ, ചാട്ടന്റെ പേര് പറ. ചെയ്ത് ചെയ്ത് പറഞ്ഞ ചാപ്റ്ററിന്റെ പേരൊന്നും ചോദിക്കരുത്, അതൊന്നും അറിയില്ല. ഇങ്ങോട്ട് പോയാൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ബാക്കി എന്താണെന്നറിയണ്ടേ? വെയിറ്റ് കറോ, ഇന്നത്തേക്ക് ഇത്ര മതി.
അപ്പോൾ मैं जा रही हूँ. ബൈ ബൈ.